എന്നും നേരത്തെ എണീക്കണം എന്ന് വിചാരിക്കും, പക്ഷേ എങ്ങനെ പോയാലും 6 മണിക്ക് എണീക്കും. 5 മണീൻ്റെ അലാറം അടിച്ചു കഴിഞ്ഞാലും പെരകി 6 മണിയാകുമ്പോഴേക്കാണ് എണീച്ച് പുറത്ത് വരിക. അപ്പോൾ ഇത് 6 മണിക്ക് എണീച്ചപ്പോൾ തന്നെ അത്യാവശ്യം പുറത്തൊക്കെ നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ എണീച്ചാൽ ആദ്യം തന്നെ ഇപ്പോൾ എന്നും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് പതിവാക്കിയിട്ടുണ്ട്. അതാണെങ്കിൽ കൂച്ചയിൽ വെച്ച വെള്ളം അത് കാരണം നല്ല തണുപ്പാണ്, നല്ല സുഖമുള്ള ഇതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലത്തേക്ക് ദോശയും ചെറുപയറിൻ്റെ കറിയും ആക്കാമെന്ന് വെച്ച്. അപ്പോൾ കുറച്ച് പച്ചരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദോശയും ചെറുപയറിൻ്റെ കറിയാണ്. അത് ചെറുപയറിൻ്റെ കറിയിലേക്ക് ഞാൻ നമ്മളെ മധുരക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറച്ച് കൊഴുപ്പ് കൂടുമല്ലോ. അങ്ങനെ ചെറുപയറിൻ്റെ കറിയും ദോശയാണ് ഇന്നത്തെ പലഹാരം. ചെറുപയറിലേക്ക് വേണ്ട മഞ്ഞൾ പൊടിയും ഉപ്പും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ അരച്ച് അന്നേരം ചുടുന്ന അരി ദോശയാണ്. തലേന്നത്തെ ചോറൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ദോശ അരച്ച് വെച്ചിട്ടുണ്ടായേ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്, നല്ല ചൂടോടൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അരപ്പ് അന്നേരം അരച്ചിട്ട് തലേന്നാകുമ്പോൾ പുളിപ്പൊക്കെ വരില്ലേ, അതൊക്കെ വെള്ളയപ്പത്തിനൊക്കെ പാകത്തിനല്ലേ പറ്റാൻ പറ്റും. ഇത് ഞാൻ അന്നേരം അരച്ചെടുക്കുന്നതാണ്. ഇനി ചെറുപയറിലേക്ക് ഞാൻ തേങ്ങ അരച്ച് ചേർക്കാതെ തേങ്ങ അപ്പാട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ട തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പം നവരാത്രി വ്രതമെല്ലാം തുടങ്ങിയത് കാരണം നമ്മൾ മീനൊന്നും വാങ്ങിക്കില്ല. അപ്പോൾ ഉച്ചക്കേക്കുള്ള പരിപ്പ് കറിക്കുള്ളതാണ് ഇത്. പരിപ്പും പൊട്ടിക്കുകയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ കറി. അതിൻ്റെ കൂടെ 1-2 സാധനങ്ങൾ, സോയാബീനും അങ്ങനെ ഇങ്ങനെയല്ലോ ഓരോ സാധനങ്ങളുണ്ട്. ഇപ്പം നവരാത്രി വ്രതം 9 ദിവസത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. അങ്ങനെ 9 ദിവസവും നമ്മളിവിടെ വീട്ടിൻ്റെ അകത്തേക്ക് മീൻ കയറ്റില്ല. അപ്പോൾ ചെറുപയറിനേക്ക് ഞാൻ തേങ്ങ അരക്കാണ്ട് തേങ്ങ തന്നെ അപ്പാട് ഇടുന്ന ഏകദേശം ചെറുപയർ പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങ തന്നെ രാഗിയിട്ട് ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. നല്ല ടേസ്റ്റ് അങ്ങനെ തിന്നാൻ. നമ്മളിപ്പോൾ അരപ്പൊക്കെ അരച്ച് ചെറുപയർ കറി വെക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഇങ്ങനെയാണ്. ഉള്ളിയൊക്കെ എല്ലാം ഇട്ടതിന് ശേഷം ഏകദേശം പാകമായി കഴിഞ്ഞാൽ തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആ കിഴങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ ക്യാരറ്റൊക്കെ ഇല്ലേ അതൊക്കെ അടിച്ച് അതിലിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചെറുപയർ കറി കൂട്ടെ. അപ്പോൾ ഇതാ ദോശ അതിൻ്റെ ഇടയ്ക്ക് കൂടി ആകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പോകേണ്ട തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചെറുപയർ കറി കണ്ട ഇങ്ങനെയാണ് നമ്മളെ ചെറുപയർ കറി. നിങ്ങളിങ്ങനെയാണോ വെക്കാറ്? നമ്മളിങ്ങനെയാണ് വെക്കാറ്, കൂടുതലും ഇങ്ങനെയാണ് വെക്കാറ്. ഇങ്ങനെയാണ് എനിക്കിഷ്ടം. അങ്ങനെ ചെറുപയർ കറി അവിടെ നിന്നാകുന്നുണ്ട്. ആ സമയത്തേക്ക് ഞാൻ ഉച്ചക്കേക്കുള്ള പരിപ്പ് കറിയല്ലേ, പരിപ്പ് കറിയിലേക്ക് പൊട്ടിക്ക ഇടണം. അപ്പം ആദ്യം പരിപ്പിൻ്റെ കൂടെ ഇടത്തില്ല, പിന്നെ ഇടുക. പരിപ്പ് പകുതി വെന്തതിന് ശേഷമേ പൊട്ടിക്ക ഇടൂ. എന്നാലും അതവിടെ കഴുകി വൃത്തിയാക്കി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പരിപ്പ് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ അപ്പം അതങ്ങ് ഇടുകയല്ലേ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ടിക്ക അവിടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തോ സുമേഷേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഉച്ചക്കേക്ക് പയറാണ്. പയർ ചെറുങ്ങനെയല്ല, ഞാൻ നല്ല അത്യാവശ്യം എന്താ പറയുക, ഇത് എണ്ണയിൽ വാട്ടിയെടുക്കാൻ പാകത്തിനാണ് ഞാൻ പയർ മുറിച്ചിട്ട് വെക്കുന്നുള്ളത്. പരിപ്പ് കറി പരിപ്പ് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പകുതി പാകമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് പൊട്ടിക്കയും ഉള്ളിയും ഒക്കെ അതിലേക്ക് ചേർത്തിട്ട് അവിടെ മൂടി വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് ആയിക്കോളുമല്ലോ. അപ്പോൾ ദോശ ഏകദേശം അതിൻ്റെ ഇടയിലായി വരുന്നുണ്ട്. അപ്പോൾ മോൾ എണീച്ച് വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പല്ലെല്ലാം തേച്ചിട്ട് അവൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്ക് ഭക്ഷണം ഭക്ഷണം എടുത്ത് കൊടുക്കുന്ന അത് മൂപ്പർക്ക് ചെറുങ്ങനെ മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പർ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നോളൂ. ഇല്ലെങ്കിൽ ഞാൻ വാരി കൊടുക്കണം. ഫോണും കണ്ടിട്ട് ഞാനിങ്ങനെ വായിൽ വെച്ച് കൊടുക്കണം. രാവിലെ തന്നെ അതിനുള്ള സമയമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോള് തിന്നോ, അപ്പോൾ അമ്മ മുറിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മുറിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ആൾ കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കറി വേണ്ട ചമ്മന്തി മതി എന്നെല്ലാം പറഞ്ഞ്, പിന്നെ ഞാനിങ്ങനെ സോപ്പിട്ട് ഞാൻ പറഞ്ഞു ചെറുപയർ കുട്ടിയെ നല്ലതാ മോളെ അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞപ്പോൾ റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആളിതാ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ഫോണും ചോദിക്കുന്നുണ്ട് അതിന്. അതുകൊണ്ട് ഫോണ് കാണണം, ഒരു കയ്യിൽ ഫോണ് വേണം. അങ്ങനെ ഫോണും എടുത്ത് കൊടുത്തിട്ട് ഞാനിങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കേക്ക് മോനെപ്പോൾ സോയാബീൻ വേണമെന്ന് പറയും. അതുകൊണ്ട് സോയാബീനും ആക്കാമെന്ന് കരുതി. സോയാബീൻ നിങ്ങൾ ഇങ്ങനെയാണോ ആക്കാറ്? സോയാബീൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടും ആക്കും. ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം പതച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സോയാബീൻ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഇളക്കി എടുത്തിട്ട് പിന്നെ അതിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഞാൻ കഴുകി എടുക്കാറുണ്ട്. അതിന് ശേഷമാണ് ഞാൻ മഞ്ഞളും മുളകിട്ട് പൊരിക്കുക. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിരിക്കും ഓൾറെഡി. ചിലപ്പോൾ നമ്മൾ ഈ ശരിക്കൊന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇടാണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ വെന്ത് വരുമ്പോൾ ചെറിയൊരു പിടിത്തം ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ നല്ല പതക്കുന്ന വെള്ളത്തിലിട്ടിട്ട്
നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണെങ്കിൽ എന്നിട്ട് അത് പച്ചവെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞാൽ മതി, കഴുകിയിട്ട് എടുത്താൽ മതി, ആട്ടിയെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. വറവ് ഞാനിന്ന് പയർ തോരനാണ്. പയർ തോരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളത്തിലരിഞ്ഞിട്ട് എണ്ണയിൽ വാട്ടിയെടുക്കാമെന്ന് വെച്ച്. സാധാരണ എല്ലാം എന്താ പറയുക, എല്ലാം ഒരുമിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് കുഴച്ച് അങ്ങനെയല്ലേ ചില തോരൻ വെക്കൽ. ഞാനിങ്ങനെ ഇന്ന് വെക്കാൻ പൊതുവേ അങ്ങനെയാണ് വെക്കൽ, പക്ഷേ ഇന്നിങ്ങനെ വെക്കാമെന്ന് കരുതിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്നറിയില്ല, കുറച്ച് നല്ല നീളത്തിലായതുകൊണ്ട് വായിന്ന് കടിക്കും എന്നൊക്കെ പറയും മക്കൾ. എന്നാലും ഞാനിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് അതിലേക്ക് എണ്ണയും ചേർത്തിട്ട് അതവിടെ സിമ്മാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് സുമേ ചേട്ടൻ ചായേൻ്റെ വട്ടം കൂട്ടുന്നുണ്ട്. പോകാനായി എന്ന് പറയുന്നുണ്ട്. ആളിതാ കുറച്ച് ദൂരെയാണ് പണി ഇന്ന്, അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെയാണ് 8 മണി ആകുന്നത്രേ. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. ഇന്ന് 6 മണിക്ക് എണീച്ചുകൊണ്ട് എൻ്റെ ഭക്ഷണം അത്യാവശ്യം പണി പാകമായിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് കൊണ്ടുപോകണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണം. അപ്പോൾ ദോശയും കറിയൊക്കെ ഞാൻ ലഞ്ചിലായി കൊടുക്കുന്നുണ്ട് ഏട്ടന്. പിന്നെ രാവിലത്തെ ഫുഡ് കൊണ്ടുപോകും, ഉച്ചക്കത്തെ ഫുഡ് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കുക. അങ്ങനെ ഇതാ കറിയും ആക്കി കൊടുക്കുന്നുണ്ട് ബോട്ടിലിൽ. പാറുക്കുട്ടി ഫോണും കണ്ടുകൊണ്ടാ തിന്നുന്നു. കയ്യിൽ ഫോണുണ്ട്, അതാ ഇങ്ങനെ തലയും താത്തി പിടിച്ചിട്ട് ഫോണ് കണ്ടുകൊണ്ടാ തിന്നുന്നു. അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും 2 വറ്റ അധികം വയറ്റിലാവും. അതാ ഫോണും നോക്കിയിട്ട് കുത്തി പെറുക്കി തിന്നുന്നുണ്ട് ആൾ. അപ്പോൾ മോൻ്റെ ലഞ്ചും ആക്കുന്നുണ്ട്. മോനെ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നില്ല, ഓന് ലഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓനുള്ള ദോശയും ഞാൻ ലഞ്ചിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ തോരേ ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഇളക്കി കൊടുത്തില്ല, ചിലപ്പോൾ കരിഞ്ഞു പോകും. വെച്ച സാധനം പിന്നെ എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ഉള്ളിയെല്ലാം ഇട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണയും കൂടി വെച്ച് അതും കൂടി ഒന്ന് വാടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സോയാബീൻ ഞാൻ വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പതക്കുന്നതെല്ലാം പച്ചവെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് മുക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് മസാലപ്പൊടി വെച്ചാൽ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ, അത് കുറച്ചുകൂടി നല്ല എന്താ പറയുക, അതിനൊരു നല്ല ഇത് കിട്ടും, എന്താ പറയുക, നല്ല മൊരിച്ചൽ കിട്ടും. അതും കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം ഇട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. കാരണം ഓവനിലാണ് ഞാൻ സോയാബീൻ എന്നും പൊരിക്കാറ്. ഈ എണ്ണയിലിട്ടിട്ട് പൊരിക്കുമ്പോൾ കുറേ എണ്ണ പിടിക്കേണ്ട ഇതുണ്ടാകുന്നതുകൊണ്ട് ഞാൻ ഓവനിൽ പൊരിക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ സുമേഷേട്ട റെഡി ആയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ സാധനങ്ങൾ പിന്നെ പണിസൈറ്റിലേക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോന്നിയാണ്. അപ്പോൾ ഹെൽമെറ്റ് മറന്നുപോയി. ഞാൻ ആ ഹെൽമെറ്റ് എടുത്ത് പോകുമ്പോൾ മോക്ക് വരണം എന്ന് തന്നെ. സ്വതവേ അച്ഛൻ പോകുമ്പോൾ അച്ഛൻ്റെ വണ്ടീൻ്റെ ബാക്ക് കയറി ഇരുന്നിട്ട് കുറച്ച് അങ്ങോട്ട് മുമ്പോട്ട് വരെ പോകും, അതൊരു ശീലം അവൾക്ക്. പക്ഷേ ഇന്ന് വണ്ടിയിൽ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട്, പണീൻ്റെ ആയുധങ്ങളൊക്കെ, ചാനലും കാര്യമൊക്കെ ഉള്ളത് കാരണം വണ്ടി കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ മഴ പെയ്തിട്ട് മുറ്റത്തൊക്കെ ചളിയായി കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതാ മൂപ്പർ ആദ്യം ഇറങ്ങിപ്പോവാൻ ഞാൻ, പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ വയ്യാലെ പാഞ്ഞു വന്ന്. അങ്ങനെ സുമേഷ് ചേട്ടൻ ഇതാ അങ്ങനെ പണിക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പം മോനെ സ്കൂളിലേക്ക് വിടണം. സുമേഷ് ചേട്ടൻ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ മോൻ്റെ സ്കൂളിലേക്കുള്ള പോക്കതാ. ഓനും റെഡി ആയിട്ടുണ്ട്. അപ്പം കക്ഷി റെഡി ആയിട്ടുണ്ട്. ഫുഡെല്ലാം നേരത്തെ കഴിച്ച്, അപ്പോൾ അച്ഛൻ കഴിഞ്ഞ പാട് ഓനും കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തിന്നിക്കേണ്ട വയ്യാലെ നടക്കുമെന്ന് വേണ്ട. അച്ഛൻ്റെ കഴിഞ്ഞ പാട് മോൻ്റെതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ മറന്നുപോയി ഞാൻ സോയാബീൻ ഞാൻ എടുത്തിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ട്. അതാടുന്ന് ആയിക്കോളുമല്ലോ, പിന്നെ അതിൻ്റെ വയ്യാൽ അടക്കണ്ടല്ലോ. ഒരു 10 മിനിറ്റ് എങ്ങനെയായാലും ഞാൻ ഓവനിലും വേവിക്കും. അതെന്താ വെച്ചാൽ ഈ മഞ്ഞളും മുളകൊക്കെ അതിലേക്ക് നല്ലപോലെ പിടിക്കും. അന്നേരം ആ 10 മിനിറ്റ് അതിൽ വേവിച്ചിട്ട് അതിന് ശേഷമാണ് ഞാൻ പൊരിച്ചെടുക്കുക അതിൽ തന്നെ. അപ്പം മോനിതാ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇനി അടുത്ത പണി പാറുക്കുട്ടി അങ്ങനെ അംഗൻവാടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്.